എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 4 ബുധനാഴ്ച. സൺഡേ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് 24,130 എന്ന നിലയിലായിരുന്നു. GDP ഡേറ്റ വളരെ മോശമായതുകൊണ്ട് മൺഡേ മാർക്കറ്റ് മോശം പ്രകടനം കാഴ്ചവെക്കും എന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ ഞായറാഴ്ച ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് GDP ഫിഗർ ഒരു ഐസൊലേറ്റഡ് കേസായി കണക്കാക്കി നിഫ്റ്റി 24,300, 24,350 ലെവൽ വരെ പോയേക്കാം എന്നായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി മൺഡേ 24,300 ടച്ച് ചെയ്യുകയുണ്ടായി. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് 24,467 ആണ്. നിഫ്റ്റിയിൽ എൻ്റെ വ്യൂ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. 10 ദിവസം മുമ്പ് പേടി വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന വീഡിയോ ചെയ്യുമ്പോൾ നിഫ്റ്റി ലെവൽ 23,300 അടുത്തായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് 1,200 പോയിന്റിന്റെ ശക്തമായിട്ടുള്ള റാലിയാണ്. സൺഡേ പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? നാട്കോ ഫാർമ. 1,375 രൂപയ്ക്ക് പറഞ്ഞ ഈ സ്റ്റോക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ 1,466 രൂപ വരെ പോകുകയുണ്ടായി. ഇന്ന് 1,430 രൂപയിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നവംബർ മാസത്തിൽ ഡിസ്കസ് ചെയ്ത മറ്റ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കി കാണാം. ടോട്ടൽ 7 സ്റ്റോക്കുകളാണ് നവംബർ മാസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 6 എണ്ണവും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. ആദ്യത്തെ സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നാട്കോ ഫാർമയാണ്. അടുത്ത സ്റ്റോക്ക് സുബ്രോസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. 628 പറഞ്ഞ ഈ സ്റ്റോക്ക് 672 രൂപ വരെ പോകുകയുണ്ടായി ഇന്നലെ. അതിനുശേഷം ഇന്ന് 643 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് മറീൻ ഇലക്ട്രിക്കൽ എന്ന സ്റ്റോക്കാണ്. 225 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 271 രൂപയിലാണ്. 20% പ്രോഫിറ്റാണ് 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സ്റ്റോക്ക് നേടിത്തന്നത്. നാലാമത്തെ സ്റ്റോക്ക് നവംബർ 20 പറഞ്ഞ സാന്താർ ടെക്നോളജീസ് എന്ന സ്റ്റോക്കാണ്. 509 രൂപയ്ക്ക് പറഞ്ഞ ഈ സ്റ്റോക്ക് ഇന്ന് 603 ഹൈ കാണിച്ചതിന് ശേഷം 594 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 18% റാലിയാണ് ഈ സ്റ്റോക്കിൽ വെറും 2 ആഴ്ച കൊണ്ട് നമുക്ക് ലഭിച്ചത്. അഞ്ചാമത്തെ സ്റ്റോക്ക് നവംബർ 17 പറഞ്ഞ ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന സ്റ്റോക്കാണ്. 121 രൂപയ്ക്ക് പറഞ്ഞ ഈ സ്റ്റോക്ക് 134 രൂപ 75 പൈസ വരെ പോകുകയുണ്ടായി ഇന്ന്. അതിനുശേഷം 133 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 11% റാലിയാണ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ആറാമത്തെ സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ഫൈനാൻസ് എന്ന സ്റ്റോക്കായിരുന്നു. നവംബർ 10 പറഞ്ഞ ഈ സ്റ്റോക്ക് 1,090 പറഞ്ഞിരുന്നത്. ഈ സ്റ്റോക്ക് 1,150 രൂപ വരെ പോയെങ്കിലും 14% പ്രൊമോട്ടർ സെല്ലിംഗ് ന്യൂസ് വന്നതോടുകൂടി ഇത് 980 രൂപ വരെ പോകുകയുണ്ടായി. ഇപ്പോൾ റിക്കവർ ആയിട്ട് 1,058 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറും 3% താഴെ മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഇടിവ് ഉണ്ടായിട്ടുള്ളത്. നവംബർ മാസത്തിലെ ലാസ്റ്റ് സ്റ്റോക്ക്, അതായത് 7ാമത്തെ സ്റ്റോക്ക് നവംബർ 3 പറഞ്ഞ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. 1,080 പറഞ്ഞ ഈ സ്റ്റോക്ക് 1,244 ഹൈ കാണിച്ചതിന് ശേഷം ഇപ്പോൾ 1,120 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 7 സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 6 വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഒരെണ്ണം മാത്രം 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? എങ്കിൽ മടിക്കേണ്ട, ഒരു ലൈക്ക് തരിക. മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സുഹൃത്തുക്കളെ, ഇവിടെ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ബൈയിങ് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റഡി പർപ്പസിന് വേണ്ടി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലുള്ള ചില വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ് സ്റ്റെർലിംഗ് ടൂൾസ് എന്ന കമ്പനിയിലാണ്. ഈ കമ്പനി ചൈനയിലെ സേസിയാങ് മൈഷുവോ ഇലക്ട്രിക് എന്ന കമ്പനിയുമായി പവർ ട്രാൻസ്മിഷൻ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ധാരണ ആയിട്ടുണ്ട്. 20 കോടി ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഏകദേശം 200 കോടിയുടെ റവന്യൂ ആണ് 2030 കമ്പനി പ്രതീക്ഷിക്കുന്നത്. അടുത്ത ന്യൂസ് ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനിയിലാണ്. ഇവർ ഹിമാചൽ പ്രദേശിലെ കുഫ്രിയിൽ ഒരു പുതിയ ഹോട്ടൽ ലൈസൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂസ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന കമ്പനിയിലാണ്. ഈ കമ്പനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ ലഭിച്ച വിവരം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവർക്ക് HPCLന്റെ പക്കൽ നിന്ന് 58,000 മെട്രിക് ടൺ ബൾക്ക് ബിറ്റുമിൻ 1 വർഷത്തിനുള്ളിൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 255 കോടിയാണ് ഓർഡർ വാല്യൂ. അടുത്ത ന്യൂസ് ടൊറന്റ് പവർ എന്ന സ്റ്റോക്കിലാണ്. ഇവർ QIP വഴി 4.6% സ്റ്റേക്ക് സെയിൽ ചെയ്ത് 3,500 കോടി സമാഹരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉണ്ടായ ചില വാർത്തകൾ.
ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്മോൾ ക്യാപ് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയുടെ സ്റ്റോക്കാണ്. 1994 സ്ഥാപിതമായ ഈ കമ്പനി ബാസ്മതി റൈസ് സംസ്കരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയാണ്. വളരെ പോപ്പുലറായ മഹാറാണി ബാസ്മതി റൈസ് എന്ന പേരിലുള്ള ബ്രാൻഡുകൾ കൂടാതെ കമ്പനിക്ക് 300-ൽ പരം പ്രൈവറ്റ് ലേബൽ ബ്രാൻഡുകളുണ്ട്. 90-ൽ പരം രാജ്യങ്ങളിൽ പ്രസൻസുള്ള ഈ കമ്പനിയുടെ വരുമാനത്തിന്റെ 89% എക്സ്പോർട്ടിൽ നിന്നും 11% ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കമ്പനിയുടെ പേരാണ് ചമൻലാൽ സേഠിയ എക്സ്പോർട്സ് ലിമിറ്റഡ്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, ചമൻലാൽ സേഠിയ എക്സ്പോർട്സ് ലിമിറ്റഡ്. സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് ആണ് 346 രൂപ. 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1792 കോടിയാണ്. 52 വീക്ക് ഹൈ 382 രൂപയും 52 വീക്ക് ലോ 181 രൂപയുമാണ്. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് ആണ്. PE 16.1 ആണ്. ഇൻഡസ്ട്രി PE ആകട്ടെ 33 ആണ്. ROCE 20.2 ആണ്. ROE 17.4. ലാസ്റ്റ് ഇയർ EPS 22.4. വെറും 48 കോടിയുടെ കടം മാത്രമേ കമ്പനിക്കുള്ളൂ. 665 കോടിയുടെ റിസർവുമുണ്ട്. പ്രൊമോട്ടർ പ്ലഡ്ജിംഗ് ഇല്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് 74%, FI ഹോൾഡിംഗ് 1.4%, DI ഹോൾഡിംഗ് 1.3%. ഈ സ്റ്റോക്ക് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ വ്യൂ എന്താണ്? സ്റ്റഡി ചെയ്തതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇന്നത്തേക്ക് ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.